ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉസ്താദ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇതിന്റെ ഉദ്ഘാടകൻ ബഹുമാന്യനായ കേരള പിന്നോക്ക വിഭാഗ ക്ഷേമ നിയമവകുപ്പ് മന്ത്രി AK ബാലൻ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ചടങ്ങിനിടയിലാണ് അത് നിർത്തി ഇവിടെ ഒരു പ്രസംഗം നടക്കുന്നത്. അതുകൊണ്ട് ആ ചടങ്ങ് തുടർന്നു പോകണം എന്നുള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും എന്നറിയിക്കുകയാണ്. അങ്ങനെ പറയുമ്പോഴും ഫൈസൽ എളേറ്റിലിനെ പോലെയുള്ള ആളുകളൊക്കെ വിചാരിക്കും സാധാരണ ഞങ്ങൾ രാഷ്ട്രീയക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പ്രസംഗം തുടങ്ങാറുള്ളത്, പിന്നെ ഒരു മണിക്കൂറൊക്കെ പ്രസംഗിച്ചിട്ടാണ് പലരും പ്രസംഗം നിർത്താറുള്ളത്. മുമ്പൊരാൾ ഒരു മണിക്കൂർ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇനി വിഷയത്തിലേക്ക് കടക്കുകയാണ്. സദസ്സെന്ന് പറഞ്ഞു, ഇനി ദയവേത് നിങ്ങൾ കടക്കരുതെന്ന്. അങ്ങനെ ഏതായാലും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കില്ല എന്നുള്ള ഉറപ്പാണ് ഞാൻ ആദ്യമായി നിങ്ങൾക്ക് നൽകുന്നത്. ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് ക്ഷണം സ്വീകരിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേൾക്കാനിടയായി. നമുക്കറിയാം, നമ്മളിവിടെ ഒരു സൗഹാർദ്ദ സമ്മേളനത്തിലാണ് ഇരിക്കുന്നത്. സൗഹാർദ്ദ സമ്മേളനം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു ഐക്യത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ പ്രസംഗിക്കാറുള്ളത്. സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം പോലെ തന്നെ പ്രധാനമാണ് സമുദായത്തിനകത്തുള്ള ഐക്യം. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം അത്തരത്തിൽ ഒരു ഐക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ചും സമുദായത്തിൽ ഐക്യം വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ഊന്നിക്കൊണ്ട് അദ്ദേഹം നടത്തിയ മനോഹരമായ ആ പ്രസംഗം എന്നെ ഏറെ ആകർഷിച്ചു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. അത്തരം നന്മയുടെ ശബ്ദങ്ങളുടെ പ്രചാരകരാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപശബ്ദങ്ങളുടെ പ്രചാരകരാവുന്നതിന് പകരമായി നന്മയുടെ ശബ്ദങ്ങളുടെ പ്രചാരകരായി നമ്മൾ മാറേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മൾ സൗഹൃദ സമ്മേളനത്തിലാണ്. ഇന്നത്തെ ഈ കാലത്ത് വളരെ പ്രസക്തമായ ഒരു പ്രമേയമാണ് മനുഷ്യൻ തമ്മിൽ വലിയ തോതിൽ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഒരിക്കലും ഒരു കൊച്ചുകുട്ടി ഇന്ത്യയുടെ ഭൂപടം വലിച്ചു കീറി ഒരാൾക്കൂട്ടത്തിന് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ ആൾക്കൂട്ടത്തോട് ചോദിച്ചു, ആർക്ക് സാധിക്കും ഇന്ത്യയുടെ ഭൂപടം പഴയതുപോലെ യോജിപ്പിക്കാൻ? അവിടെ തടിച്ചുകൂടിയ മുഴുവൻ ആളുകളും ആ ഭൂപടം പഴയതുപോലെ യോജിപ്പിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു. ആർക്കും സാധിച്ചില്ല. അവസാനം ആ ആൾക്കൂട്ടം ആ കുട്ടിയോട് തിരിച്ചു ചോദിച്ചു, നിനക്ക് സാധിക്കുമോ ഇന്ത്യയുടെ ഭൂപടം പഴയതുപോലെ യോജിപ്പിക്കാൻ? ആ കുട്ടി വളരെ നിഷ്പ്രയാസം ഇന്ത്യയുടെ ഭൂപടം യോജിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ആളുകൾക്ക് അത്ഭുതമായി. ആളുകൾ ചോദിച്ചു, ഇന്ത്യയുടെ ഭൂപടം വരച്ചു പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും ഇക്കൂട്ടത്തിലുണ്ട്. അവർക്കൊന്നും സാധിക്കാത്തത് ഇത്ര നിഷ്പ്രയാസം നിനക്കെങ്ങനെയാണ് സാധിച്ചത്? ആ കുട്ടി പറഞ്ഞു, ആ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ മറുഭാഗത്ത് ഒരു മനുഷ്യന്റെ ചിത്രമുണ്ടായിരുന്നു. മനുഷ്യനെ യോജിപ്പിച്ചപ്പോഴും രാജ്യത്തിന്റെ ഭൂപടം നേരെയായി. മനുഷ്യൻ യോജിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഈ സൗഹൃദ സമ്മേളനം നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ യോജിപ്പുള്ള മനസ്സുമായി, യോജിപ്പിന്റെ മേഖലയിൽ മാത്രമല്ല വിയോജിപ്പിന്റെ മേഖലയിൽ പോലും ഐക്യം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യം നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.